ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിയുടെയും അമ്മയുടെയും സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അധ്യാപക സംഘടനയായ KSTA. കണ്ണൂർ പാനൂർ ഉപജില്ലയിലെ കുന്നൂത്തുപറമ്പ് മുളിയാത്തോടിലാണ് അമ്മയ്ക്കും മകൾക്കും വീട് നിർമ്മിച്ചു നൽകിയത്. KSTA നടപ്പിലാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പദ്ധതി പ്രകാരം കണ്ണൂർ ജില്ലയിലെ 13ാമത്തെ വീടാണ് കൈമാറിയത്. മുളിയാത്തോടിലെ ദേവസ്മിത എന്ന വിദ്യാർത്ഥിനിക്ക് പാനൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. KK ശൈലജ ടീച്ചർ MLA വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് KSTA കാഴ്ചവെക്കുന്നതെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത് 13ാമത്തെ വീടാണ് KSTA നിർമ്മിച്ചു നൽകുന്നത്. കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കുന്നൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഈ കാര്യത്തെ കാണാം. നമ്മുടെ കേരളത്തിൽ വീടില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാകരുത്. എല്ലാവർക്കും തലചായ്ക്കാൻ, കിടന്നുറങ്ങാൻ, മഴ നനയാത്ത, വെയിൽ കൊള്ളാതെ കിടന്നുറങ്ങാൻ കഴിയുന്ന വാസയോഗ്യമായ നല്ല ഒരു വീട് വേണമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷനൊക്കെ രൂപീകരിച്ചത്. നിർധനരായ കൂടുതൽ വിദ്യാർത്ഥികളെ കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് KSTA ഭാരവാഹികൾ പറഞ്ഞു. 13 വീട് ഞങ്ങൾ ഇന്ന് 13ാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, ഇനിയും 2 വീടുകൾ കൂടി താക്കോൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈമാറും. എല്ലാ സബ് ജില്ലയിലും ഒരു വീട് എന്നതാണ് സംഘടന വെച്ചിട്ടുള്ള നിർദ്ദേശം. കണ്ണൂർ ജില്ലയിൽ 15 സബ് ജില്ലകളാണുള്ളത്. പയ്യന്നൂർ സബ് ജില്ല 3 വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. 3ൻ്റെയും താക്കോൽ കൈമാറിയിട്ടുണ്ട്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് ദേവസ്മിതയും അമ്മ ചന്ദ്രികയും. വീടൊരു സ്വപ്നമായിരുന്നു. മോളെയും കൊണ്ട് കഷ്ടപ്പെടുന്നായിരുന്നു. വീട് അധ്യാപകരെല്ലാവരും കൂടി യാഥാർത്ഥ്യമാക്കി തന്നു. KSTA സംസ്ഥാന സെക്രട്ടറി K ബീന, വൈസ് പ്രസിഡന്റ് KC മഹേഷ്, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.